പരസ്പര സഹകരണത്തോടെ എല്ലാവർക്കും ഉയർച്ച ഉണ്ടാവട്ടെ എന്ന സങ്കല്പത്തോടെ നമ്മൾ ബലം വിനിയോഗിക്കുമ്പോൾ അത് മൊത്തം ഉയർച്ചയ്ക്ക് ഹേതുവാകും. ഏതെങ്കിലും വ്യക്തിക്കോ സമാജത്തിനോ അമിത ബലമായി ഇനി മറ്റാരും വേണ്ടതില്ല എന്ന് ചിന്തിച്ചാൽ അത് നാശത്തിന് വഴിയൊരുക്കും. ചിലപ്പോൾ അങ്ങനെ മൂഢത്തരങ്ങൾ നമുക്ക് തന്നെ തോന്നിയെന്ന് വരും ഓരോരുത്തർക്ക്. ആ തോന്നലാണ് രാവണനെ രാവണനാക്കിയത്, അല്ലെങ്കിൽ കംസനെ കംസനാക്കിയത്. അവരാരും വിവരമില്ലാത്തവരല്ല. ഒരു വേള രാമനേക്കാൾ രാവണനായിരിക്കാം കൂടുതൽ അറിവ്. രാമൻ അത്രയ്ക്കൊന്നും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമനൊരു പ്രാഥമികമായിട്ടൊക്കെ പഠിച്ചിട്ട് പിന്നെ ബാക്കി ധനുർവേദമാണ് കൂടുതൽ പഠിച്ചത്. രാവണനതല്ല. രാവണൻ സാമവേദം പഠിച്ച മാത്രമല്ല, മഹർഷിയുടെ പൗത്രനല്ലേ. മഹർഷിയുടെ പൗത്രനായ ബ്രാഹ്മണോത്തമനല്ലേ രാവണൻ. ഉത്തമ ബ്രാഹ്മണനാണ്. അത് ചിന്തിക്കുക. മഹർഷിയുടെ പൗത്രൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ കഥ? പുലഹന്റെ പൗത്രനാണ്. പക്ഷേ അറിവ് തലതിരിഞ്ഞു പോയി. അറിവ് തലതിരിഞ്ഞാൽ സാക്ഷരൻ രാക്ഷസനാവും അല്ലേ? അക്ഷരം തിരിച്ചിട്ടാൽ സാക്ഷരൻ എന്നുള്ള രാക്ഷസനാവും. അതുകൊണ്ട് കാമരാഗങ്ങൾക്ക് വേണ്ടിയാണ് ബലം ഉപയോഗിച്ചത്.